ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ട്രീം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസിലുള്ള ടൈഫോയിഡ് ഫീവറിനെ കുറിച്ചാണ്. ടൈഫോയിഡ് ഫീവറിന്റെ വേറൊരു പേരാണ് എൻറിക് ഫീവർ. ഇത് നമുക്ക് വൺ വേർഡ് ഒക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് ടൈഫോയിഡ് ഫീവർ നോക്കാം. ടൈഫോയിഡ് ഫീവർ ഇസ് ആൻ അക്യൂട്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കോസ്ഡ് ബൈ ബാക്ടീരിയം സാൽമണല്ല ടൈപ്പ്. സാൽമണല്ല ടൈപ്പ് കോസ് ചെയ്യുന്ന ഒരു ഫീവർ ആണ് ടൈഫോയിഡ് ഫീവർ എന്ന് പറയുന്നത്. ഇത് ഫീക്കൽ ഓറൽ റൂട്ട് വഴിയാണ് യൂഷ്വലി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ കൺസ്യൂം ചെയ്യുന്നതിലൂടെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് കോമൺ ആണ് ഇന്ത്യയിൽ. കാരണം എന്തുകൊണ്ടാണ്? അൺസേഫ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കാരണം, പൂർ സാനിറ്റേഷൻ കൊണ്ടും. ഡെവലപ്ഡ് കൺട്രീസിൽ ഇത് കുറവാണ്. കാരണം എന്താ? അവിടെ സേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈയും ഗുഡ് സാനിറ്റേഷനും ആണ് ഉള്ളത്. അടുത്തത് എപ്പിഡമോളജിക്കൽ ഫാക്ടർ. അതിന്റെ ഏജന്റ് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയയായ സാൽമണല്ല ടൈഫി. അതാണ് 95% കേസസിൽ സാൽമണല്ല ടൈഫിയാണ് ബാക്ടീരിയ ഏജന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 5% സാൽമണല്ല പാരാടൈഫിയാണ്. അടുത്തത് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിൽ വരുന്നതാണ് കേസസും കാരിയസും. കേസസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റീവ് ഏജന്റ് ശരീരത്തിലുള്ള ആൾക്കാരാണ്. കാരിയസ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റീവ് ഏജന്റ് ശരീരത്തിലുണ്ട്, പക്ഷേ സിംറ്റംസ് ഒന്നും കാണിക്കില്ല, അവർ അസിംറ്റമാറ്റിക് ആയിരിക്കും. പിന്നെ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ്, ഫിംഗേഴ്സ് ആൻഡ് ഫ്ലൈസ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഫുഡ്, ഫിംഗേഴ്സ് ആൻഡ് ഫ്ലൈസ്. ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിന്റെ ഫീസസും യൂറിനും ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അടുത്തത് എപ്പിഡമോളജിക്കൽ ഫാക്ടറിലുള്ള ഇൻഫെക്റ്റീവ് പീരീഡ്. ഇൻഫെക്റ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഹാസ് ലോങ് ആസ് ബാസിലി ആർ പ്രസന്റ് ഇൻ ദ ഫീസ് ആൻഡ് യൂറിൻ. യൂറിനിൽ എത്ര കാലം ബാക്ടീരിയ പ്രസന്റ് ആയിരിക്കുന്നു എന്നുള്ളതിലാണ് ഇൻഫെക്റ്റഡ് പീരീഡ് എന്ന് പറയുന്നത്. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എഫക്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് 5 മുതൽ 19 വയസ്സ് വരെ ഉള്ളവരിലാണ്. ഇത് കൂടുതലായും മെയിൽസിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 7 to 28 ഡേയ്സ്. അടുത്തത് എൻവയോൺമെന്റൽ ഫാക്ടർ ആണ്. എൻവയോൺമെന്റൽ ഫാക്ടറിൽ നമ്മൾ 3-4 പോയിന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് പൂർ സാനിറ്റേഷൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടാമിനേറ്റഡ് സോയിൽ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും ഫുഡ് വിത്ത് ഹ്യൂമൻ ഫീസസുമായിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ ആണെങ്കിൽ, ഇപ്പൊ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇപ്പം കുക്ക് ചെയ്യുന്നെങ്കിൽ ആ പേഴ്സണിലുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഫുഡിൽ ആവുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യും. പിന്നെ അൺസേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ, അതായത് ഡ്രിങ്കിങ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഡ്രിങ്ക് ചെയ്യുന്നതിലൂടെ സീവേജ് ഒക്കെ മേജർ സോഴ്സ് ആണ് ഇതിൽ. പിന്നെ ഓവർ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻ. ഇപ്പൊ കൂട്ടം കൂടുതൽ ഈ ചേരികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. കാരണം അവിടെ പൂർ സാനിറ്റേഷൻ ഒക്കെ ആയിരിക്കും. പിന്നെ ഇൻഅഡിക്വേറ്റ് സീവേജ് ഡിസ്പോസൽ, അതായത് മിക്സിംഗ് ഓഫ് വേസ്റ്റ് വിത്ത് ഡ്രിങ്കിങ് വാട്ടർ സോഴ്സുമായിട്ട് വേസ്റ്റ് മിക്സ് ചെയ്യുന്നതിലൂടെ ആ ഡ്രിങ്കിങ് വാട്ടർ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പുവർ ഫുഡ് ഹൈജീൻ, അൺക്ലീൻ ആയിട്ടുള്ള ഹാൻഡ്സ് വെച്ചിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്തിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഒക്കെ ഇത് ഇൻഫെക്ഷൻ ഈസി ആയിട്ട് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഏതൊക്കെ ഹെഡിങ് വരുന്നത്? പുവർ സാനിറ്റേഷൻ, അൺസേഫ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ, ഓവർ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻസ്, ഇൻഅഡിക്വേറ്റ് സീവേജ് ഡിസ്പോസൽ ആൻഡ് പുവർ ഫുഡ് ഹൈജീൻ. ഇതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ്. ഡിസീസ് യൂഷ്വലി സ്റ്റാർട്ട് സ്ലോലി. ഈ ഡിസീസ് എങ്ങനെയാണ്? സ്ലോലി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ചിൽഡ്രനിലാണ്. പെട്ടെന്ന് തന്നെ ചിൽസും ഹൈ ഫീവറും ഉണ്ടാവും. പിന്നെ ഏർലി സിംറ്റം എന്ന് പറയുന്നത് മാലേസ് ഉണ്ടാവും, തലവേദന ഉണ്ടാവും, കഫ് ഉണ്ടാവും, സോർ ത്രോട്ട്, അബ്ഡമിനൽ പെയിൻ ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ. ഇതൊക്കെയാണ് ഇതിന്റെ ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്റ്റെപ്പ് ലാഡർ പാറ്റേൺ എന്നും പറയും. സ്റ്റെപ്പ് ലാഡറിലാണ് ഇത് കൂടുതൽ, അതായത് പനി കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ഒരു സ്ഥിതിയിലായിരിക്കും ഇത് ഉണ്ടാവുന്നത്. ഇത് പീക്കിൽ എത്തുന്നത് 7 to 10 ഡേയ്സ് ആകുമ്പോൾ. ഈ പനി പീക്കിൽ എത്തുന്നത് 7 to 10 ഡേയ്സ്, അല്ലെങ്കിൽ സിംറ്റംസ് പീക്കിൽ എത്തുന്നത് 7 to 10 ഡേയ്സ് ആകുമ്പോഴാണ്. പേഷ്യന്റ് ലുക്സ് ടോക്സിക് ആൻഡ് എക്സോസ്റ്റഡ് ആയിരിക്കും പേഷ്യന്റ്. കോൺസ്റ്റിപ്പേഷൻ ആണ് ഇതിന്റെ കോമൺ ഏർലി സ്റ്റേജ് എന്ന് പറയുന്നത്. ഏർലി സ്റ്റേജിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ബട്ട് സം മേ ഡെവലപ്പ് പീ സൂപ്പ് ഡയറിയ. ചിലർക്ക് പീ സൂപ്പ് ഡയറിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. അടുത്തതായിട്ട് ബ്രാഡികാർഡിയ, അതായത് സ്ലോ പൾസ് ആയിരിക്കും. സ്ലോ പൾസിനെയാണ് നമ്മൾ ബ്രാഡികാർഡിയ എന്ന് പറയുന്നത്. ചിലരിൽ കാണപ്പെടും. പിന്നെ പിങ്ക് റാഷസ് ഉണ്ടാവും. ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആവുന്ന സമയത്ത് റോസ് സ്പോട്ട് എന്ന് പറയും, അതായത് പിങ്ക് റാഷസ് ഉണ്ടാവും. മെയിൻലി ദ ട്രങ്ക് ഫെയ്ഡ് ഓൺ പ്രഷർ. ഇപ്പം ഈ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഈ റോസ് സ്പോട്ട്, അതായത് പിങ്ക് റാഷസ്, ബ്രാഡികാർഡിയ, സ്റ്റെപ്പ് ലാഡർ ഫീവർ, പിന്നെ മാലേസ്, ചിൽസ് ഒക്കെ വരുന്നത് ഈ ടൈഫോയിഡ് ഫീവറിലാണ്.
അടുത്ത നമ്മൾ കൺട്രോൾ മെഷേഴ്സിലേക്കാണ് പോകുന്നത്. കൺട്രോൾ മെഷേഴ്സ് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പേഷ്യൻസും ഒന്ന് കമ്മ്യൂണിറ്റി. പേഷ്യൻസിൽ നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് എ ഡയഗ്നോസ്റ്റിക് കേസസ് ഓഫ് ടൈഫോയിഡ് ഫീവർ ടു ലോക്കൽ ഹെൽത്ത് അതോറിറ്റി. ലോക്കൽ ഹെൽത്ത് അതോറിറ്റിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക ടൈഫോയിഡ് ഫീവർ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത്. അതാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഐസൊലേഷൻ ആണ്. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗം ബാധിച്ച ഒരാൾക്കാരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പേഷ്യന്റിന് പ്രത്യേക ഒരു റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം കൊടുക്കുക, അവർക്ക് സെപ്പറേറ്റ് കഴിക്കാനുള്ള പാത്രം, അങ്ങനെ ഷെയർ ചെയ്യാത്ത രീതിയിൽ ഐസൊലേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്, അതായത് നമ്മൾ ആന്റിബയോട്ടിക് തെറാപ്പി എടുക്കുക. അസിത്രോമൈസിൻ, ക്ലോറാംഫെനിക്കോൾ പോലെയുള്ള ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റിലൂടെ ഇത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓറൽ റീഹൈഡ്രേഷൻ കൊടുക്കുക. ഓറൽ റീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ ORS വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ്. അതായത് 1 ലിറ്റർ വാട്ടറിൽ ഒരു 40 ഗ്രാം ഷുഗറും 2 പിഞ്ച് സോൾട്ട് മിക്സ് ചെയ്തിട്ട് വാട്ടർ ഒരു 8 ടൈംസ് ഒക്കെ ഒരു ദിവസം കുടിപ്പിക്കുക. പിന്നെ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് സ്റ്റൂൾ ആൻഡ് യൂറിനും സ്റ്റൂളും പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാം. പിന്നെ ഡിസിൻഫെക്ട് ചെയ്യുക ക്ലോത്ത്, ലിനൻ, ഫോമൈറ്റ്, അതായത് പേഷ്യന്റ് യൂസ് ചെയ്യുന്നതെല്ലാം ഡിസിൻഫെക്ട് ചെയ്യുക നല്ലോണം. അതായത് വീട്ടിലൊക്കെ തന്നെയാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്മ്യൂണൈസ് ചെയ്യുക ക്ലോസ് കോൺടാക്ട്, അതായത് പേഷ്യന്റുമായിട്ട് ക്ലോസ് കോൺടാക്ട് വരുന്ന ആൾക്കാരെ ഇമ്മ്യൂണൈസേഷൻ എടുക്കുക. ഇത്രയാണ് പേഷ്യൻസിന്റെ വരുന്നത് കൺട്രോൾ മെഷേഴ്സിൽ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റിയിലാണ്. കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ടൈഫോയിഡ് വാക്സിനേഷൻ കൊടുക്കുക. ഒരു കമ്മ്യൂണിറ്റിക്ക് ടൈഫോയിഡ് വാക്സിനേഷൻ കൊടുക്കുക. പിന്നെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ ഇംപ്രൂവ് സാനിറ്റേഷൻ, പ്രൊവൈഡ് ചെയ്യുക സേഫ് ഡ്രിങ്കിങ് വാട്ടർ. കണ്ടാമിനേറ്റഡ് ഉള്ള ഡ്രിങ്കിങ് വാട്ടർ ഒഴിവാക്കിയിട്ട് സേഫ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊമോട്ട് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക സാനിറ്റേഷൻ. മെയിൻറ്റെയിനിങ് ഫുഡ് ഹൈജീൻ, പ്രൊട്ടക്ട് ഫുഡ് ഫ്രം ഫ്ലൈസ് ഒന്നും വരാത്ത രീതിയിൽ ഭക്ഷണമൊക്കെ നന്നായിട്ട് അടച്ചു വെക്കുക. പ്രിവെന്റ് കാരിയേഴ്സ് ഫ്രം ഹാൻഡ്ലിങ് ഫുഡ്, അതായത് കാരിയേഴ്സ് ഫുഡ് ഹാൻഡിൽ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാരിയേഴ്സ് എന്ന് പറയുന്നത് അസിംറ്റമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് ഏജന്റ് ബോഡിയിൽ ഉണ്ടെങ്കിലും അതിന്റെ യാതൊരുവിധ സിംറ്റംസും കാണിക്കാത്ത ആൾക്കാർ. അപ്പൊ അവര് ഫുഡ് ഹാൻഡിൽ ചെയ്യുന്നത് ഒഴിവാക്കാം. പിന്നെ എൻഷുർ ക്ലീൻ പ്രാക്ടീസ് ബൈ കുക്ക് ചെയ്യുന്നതിലൂടെ ക്ലീൻ പ്രാക്ടീസിലൂടെ നമ്മൾ ഫുഡ് ഹാൻഡിൽ ചെയ്യുക. പിന്നെ ഡിറ്റക്ട് ആൻഡ് ട്രീറ്റ് കാരിയേഴ്സ് ഏർലി, ഡിറ്റക്ട് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, കാരിയേഴ്സിനെ ഏർലി ഡിറ്റക്ട് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഔട്ട് ബ്രേക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓൺ ഹൈജീൻ, സേഫ് ഫുഡ് ആൻഡ് ക്ലീൻ വാട്ടർ. ക്ലീൻ വാട്ടറിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും സേഫ് ഫുഡ് പ്രാക്ടീസിനെ കുറിച്ചും ഒക്കെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുക്കാം. ഇത്രയാണ് കൺട്രോൾ മെഷേഴ്സ്. എൻട്രിക് ഫീവർ, പീസൂപ്പ് ഡയറിയ, സ്റ്റെപ്പ് ലാഡർ ഫീവർ, ഈ 3 പോയിന്റ് വരികയാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക ടൈഫോയിഡ് ഫീവറിനെ കുറിച്ചാണ് പറയുന്നത്. കൺക്ലൂഷൻ ആയിട്ട് ടൈഫോയിഡ് ഫീവർ റിമെയിൻസ് എ മേജർ പബ്ലിക് ഹെൽത്ത് കൺസേൺ, എസ്പെഷ്യലി ഇൻ ഏരിയ വിത്ത് അൺസേഫ് വാട്ടർ ആൻഡ് പുവർ സാനിറ്റേഷനും അൺസേഫ് വാട്ടർ ഉള്ള സ്ഥലത്ത് ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ്. നമുക്ക് ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ വാക്സിനേഷൻ എടുത്തിട്ടും ക്ലീൻ വാട്ടർ സപ്ലൈയിലൂടെ, ഫുഡ് ഹൈജീനിലൂടെ, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ഒക്കെ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഔട്ട് ബ്രേക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. വിത്ത് കോർഡിനേറ്റ് എഫേർട്ടും ടൈഫോയിഡ് ഫീവർ ക്യാൻ ബി എഫക്റ്റീവ്ലി റെഡ്യൂസ്ഡ് ആൻഡ് മാനേജ്. നമ്മളൊരു കോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുന്നതിലൂടെ ഈ ടൈഫോയിഡ് ഫീവർ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയാണ് ടൈഫോയിഡ് ഫീവർ എന്ന് പറഞ്ഞത്. ഒരു 5 മാർക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റാവുന്നതാണ്. അപ്പൊ ടൈഫോയിഡ് ഫീവറിന്റെ വേറൊരു പേരാണ് എൻട്രിക് ഫീവർ എന്ന് പറയുന്നത്. അപ്പം ടൈഫോയിഡ് ഫീവർ കോസ് ചെയ്യുന്ന ഏതാണ്? സാൽമണല്ല ടൈഫി ആണ്. ഇത് ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഏജന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാൽമണല്ല ടൈഫി. പിന്നെ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ എന്ന കേസസും കാരിയേഴ്സും ഉണ്ട്. കേസസ് എന്ന് പറയുന്നത് ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് വിത്ത് സിംറ്റംസും, കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ അസിംറ്റമാറ്റിക് ആയിരിക്കും. പിന്നെ സെക്കൻഡറി സോഴ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും ഫിംഗേഴ്സും ഫ്ലൈസും ഒക്കെയാണ്. പിന്നെ ഇത് ഇൻഫെക്റ്റഡ് പേഴ്സണിന്റെ ഒരു യൂറിനോ ഫീസസോ ഏതെങ്കിലും വാട്ടറോ വെച്ച് കോണ്ടാക്ട് വരുന്നതിലൂടെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇൻഫെക്റ്റീവ് പീരീഡ് എത്രയാണെന്നുള്ളതും ഏജ് ഏതൊക്കെയാണ്, ആർക്കാണ് കൂടുതൽ, ഇൻക്യുബേഷൻ പീരീഡ്, പിന്നെ എൻവയോൺമെന്റൽ പാറ്റേൺ എഴുതാം. പിന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നമ്മൾ മെയിൻ ആയിട്ട് എഴുതേണ്ടത് സ്റ്റെപ്പ് ലാഡർ പാറ്റേണിലായിരിക്കും ഫീവർ ഉണ്ടാകുന്നത് എന്നുള്ളത്. പിന്നെ ഇതൊക്കെ എഴുതാം. കോമൺ ആയിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആയ മാലേസിൻ, ഹെഡ് ഏക്ക്, കഫ്, സോർ ത്രോട്ട്, അബ്ഡോമിനൽ പെയിൻ, കോൺസ്റ്റിപ്പേഷൻ എഴുതാം. പിന്നെ മെയിൻ ആയിട്ട് എഴുതേണ്ടത് പീസൂപ്പ് ഡയറിയ എന്നുള്ളതാണ്. പിന്നെ കൺട്രോൾ മെഷേഴ്സ് രണ്ടായിട്ട് തിരിച്ച് ചെയ്ത പേഷ്യൻസ്, കമ്മ്യൂണിറ്റി എന്നിങ്ങനെ ബോക്സ് വരച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടെ പേപ്പർ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ അതിന്റെ അണ്ടർലൈ ചെയ്ത പിന്നെ എൻട്രിക് ഫീവർ ആണുള്ളത് ഹൈലൈറ്റ് ചെയ്ത് ചെയ്ത പീസൂപ്പ് ഡയേറിയ ഇതിന്റെയും സ്റ്റെപ്പ് ലാഡർ ഫീവറും ഇതിന്റെ 2 ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ആണ് ഓർത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് ടൈഫോയിഡ് ഫീവറിനെ കുറിച്ച് നോക്കിയത്. അപ്പൊ ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പറ്റും. താങ്ക് യു.